ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നതും തിരിച്ചറിയുന്നതും രണ്ടും രണ്ടാണ്. ഈ ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ തിരിച്ചറിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മോഡി കെയർ പ്രോഡക്ട്സിന്റെ ഫീച്ചേഴ്സ്, ബെനഫിറ്റ്സ് ആൻഡ് സ്കോപ്പ് ഇൻ ദി ഇന്ത്യൻ മാർക്കറ്റ്. മോഡി കെയർ പ്രോഡക്റ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് കസ്റ്റമർക്ക്, ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമർക്കുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ള സാധ്യതകൾ എത്രത്തോളമാണ്, അപ്പൊ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റുകൾ മറ്റുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഓരോ ബെനഫിറ്റ്സും അതുകൊണ്ട് നമുക്കും നമ്മുടെ ബിസിനസിനും ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിനും എന്തൊക്കെയാണ് അതിന്റെ സാധ്യതകൾ, വളരെ വിശാലമായി നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. അപ്പൊ മോഡി കെയർ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി യൂസബിൾ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നാണ് പറയുന്നത്. FMCGs, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അതാണ് FMCG എന്ന് പറയുന്നത്. ഈ FMCG എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ് ഇന്ത്യയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് FMCGs ആണ്. അപ്പൊ മോഡി കെയർ പ്രോഡക്റ്റുകളെ FMCGs ആണ്. എന്തൊക്കെയാണ്? പേഴ്സണൽ കെയർ, ഫുഡ് ആൻഡ് ബിവറേജസ്, സ്കിൻ കെയർ ആൻഡ് കളർ കോസ്മെറ്റിക്, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഹോം കെയർ, ലോണ്ടറി കെയർ, അങ്ങനെ പോകും. അപ്പം എന്തുകൊണ്ടാണ് ഇത് പ്രധാന ഫീച്ചറായിട്ട് പറയുന്നത്? കാര്യം ഈ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലുള്ള പല കമ്പനികളും എടുത്തു കഴിഞ്ഞാൽ പല കമ്പനികളും പേരിനും വേണ്ടി ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന, മണി ചെയിൻ പോലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന കമ്പനികളാണ്. പക്ഷെ മോഡി കെയർ അതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ്. കാര്യം ഇവിടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ ബെനഫിറ്റുകൾ നൽകപ്പെടുന്നത്. അല്ലാതെ ആളെ ചേർക്കലോ മണി ചെയിൻ സിസ്റ്റമോ ഒരിക്കലും മോഡി കെയറിലില്ല. ഇത് വളരെ സുതാര്യമായ ഒരു വിപണന രീതിയാണ്. അങ്ങനെ സുതാര്യമായ ഒരു വിപണന രീതി സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് എന്നും ആവശ്യമുള്ളതും നിരന്തരം വിൽപ്പന സാധ്യതയുള്ളതുമായ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ആ കമ്പനികൾക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അക്കാര്യത്തില് മോഡി കെയറിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ FMCG പ്രോഡക്റ്റുകളായതുകൊണ്ട് വളരെ വലിയ സാധ്യതയാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ആഗോളതലത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇനി മോഡി കെയർ കൈകാര്യം ചെയ്യുന്ന പേഴ്സണൽ കെയർ, കോസ്മെറ്റിക്സ്, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഹോം കെയർ, ലോണ്ടറി കെയർ, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം കൂടെ ചേർന്ന് 48% ഈ മേഖലയിലെ വിറ്റുവരവിന്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. ലക്ഷോപലക്ഷം കോടി രൂപയുടെ കച്ചവടമാണ് എല്ലാ കമ്പനികളൂടെ ചേർന്നിട്ട്. ലുലു മാളായാലും മറ്റ് മാർജിൻ ഫ്രീ ഷോപ്പ് ആണെങ്കിലും നമ്മുടെ വീട്ടിനടുത്ത തൊട്ടടുത്തുള്ള കടക്കാരനാണെങ്കിലും എല്ലാം വിൽക്കുന്നത് ഈ FMCG പ്രോഡക്റ്റുകളാണ്. അപ്പം അത്തരത്തില് വലിയ വിപണന സാധ്യത ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ മോഡി കെയർ ഈ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഡെയിലി യൂസ്ഫുൾ കൺസ്യൂമർ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ അംഗമാകുന്ന എല്ലാവർക്കും നിത്യം ഉപയോഗിക്കാനും അവർക്ക് നിരന്തരം വിൽക്കാനും അതിലൂടെ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാനും നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റുകൾ നിത്യം ആവശ്യമുള്ളതും ഒരാൾ അംഗമായി കഴിഞ്ഞാൽ ആജീവനാന്തവും അടുത്ത ജനറേഷൻ ആവശ്യമുള്ളതായ ഉൽപ്പന്നങ്ങളാണ്. ഇതിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ
ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡസ്ട്രിയാണ്. മോഡി കെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി തന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലാണ്. പ്രോട്ടീൻ പൗഡറും മൾട്ടി വിറ്റമിനും അതുപോലെ തന്നെ നമ്മളെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ, ഡയബറ്റിക് നിയന്ത്രിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ, എന്തെല്ലാം 100-100-ലധികം ഉൽപ്പന്നങ്ങൾ ആ വെൽനസ് സെഗ്മെന്റിൽ തന്നെ. ഈ പുതിയ പഠനങ്ങൾ പറയുന്നത് റൂറൽ പോപ്പുലേഷനും ജെൻസീസും പുതിയ ജനറേഷനും ഉണ്ടല്ലോ. റൂറൽ പോപ്പുലേഷനൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ 10 രൂപ കൊടുത്ത് ഏറ്റവും കുറഞ്ഞ സാധനം വാങ്ങിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ വാങ്ങി ഉപയോഗിച്ച് അവരെ കയ്യും പോയി, അവരെ വസ്ത്രവും പോയി, അലർജിയും ക്യാൻസറും ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ നവമാധ്യമങ്ങളുടെ വരവോടുകൂടി ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടായി ഭയങ്കരമായിട്ട്. അങ്ങനെ അവയർനെസ് ഉണ്ടായപ്പോഴത്തേക്ക് റൂറൽ പോപ്പുലേഷനും പുതിയ ജെൻസീസും ക്വാളിറ്റിയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. നമുക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും കുറഞ്ഞ 10 രൂപയ്ക്കുള്ള വാഷിംഗ് പൗഡർ, വാഷിംഗ് സോപ്പൊക്കെ ആൾക്കാർ മേടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം മിക്കവാറുള്ള വീടുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വാങ്ങുന്നത് ഡോക്ടർ വാഷ് അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളിലേക്കായി. കാര്യം പാഠങ്ങൾ പഠിച്ചിരിക്കുകയാണ് ആൾക്കാർ. അപ്പൊ അവര് പോലും പട്ടണത്തിലുള്ള ആൾക്കാർ നേരത്തെ തന്നെ നല്ല ക്വാളിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം റൂറൽ പോപ്പുലേഷനും ജെൻസീസും പുതിയ ജനറേഷനും എല്ലാം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ വളരെയധികം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ, അതിൻ്റെ ആവശ്യകത അവർക്ക് വർദ്ധിച്ചു വരുന്ന രീതിയിൽ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾക്ക് വളരെ വലിയ സാധ്യതയാണ്. അപ്പൊ റെഗുലർ സെയിൽസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് റെഗുലറായിട്ട് ഇൻകം തരും, പാസീവ് ഇൻകം തരും. ഇനി മോഡി കെയർ പ്രോഡക്റ്റിന്റെ ഈ ഡെയിലി യൂസ്ഫുൾ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ കിട്ടുകയാണ്. ഓൾ പ്രോഡക്ട്സ് ഇൻ ഓൺ റൂഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില കമ്പനികൾ കോസ്മെറ്റിക്സ് മാത്രമാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ചില കമ്പനികൾ വെൽനസ് മാത്രമാണ്. ഇപ്പൊ ടപ്പർവെയർ അംഗമായ ഒരാളാണെങ്കിലും അവർക്ക് വേണ്ടുന്ന വാഷിംഗ് പൗഡറും പേസ്റ്റും സോപ്പും ഹെൽത്ത് പ്രോഡക്ട്സും ഒക്കെ വേറുള്ള കമ്പനിയെ ആശ്രയിച്ചാലേ അവർക്ക് വാങ്ങിക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ അങ്ങനല്ല, എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും. കണ്ടോ എന്ത് സൂപ്പറാണെന്ന് നോക്കി, എന്ത് നല്ലതാണെന്ന് നോക്കി. അതുപോലെ തന്നെ കമ്പനി പറയുന്ന ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ 20 PV, 50 PV, 100 PV ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റമറെ സമീപിച്ചില്ലെങ്കിൽ പോലും നമ്മളെ ഉൽപ്പന്നങ്ങൾ മാത്രം ഷിഫ്റ്റ് ചെയ്താലും ഈ ഡെയിലി യൂസ്ഫുൾ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫീച്ചർ പ്രത്യേകത നമ്മളെ ഉൽപ്പന്നങ്ങൾക്കുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ചെയ്ത് തന്നെ ഇത് മീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് യൂസ് മാത്രമല്ല, നമ്മളെല്ലാവരും ഇതിന്റെ വിതരണക്കാരാണ്. ഈ ഉൽപ്പന്നങ്ങൾ നമ്മളിലൂടെ വിറ്റഴിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളെ പ്രൈമറി ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് ഫണ്ടമെന്റൽസിൽ കഴിഞ്ഞ ദിവസം അത് ലേന മനോജ് കൃത്യമായി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. പക്ഷെ പല ആൾക്കാരും വിൽക്കാൻ മടിക്കുന്നുണ്ട്. അത് മാറ്റണം. കാര്യം ആ മനോഭാവം മാറ്റണം. അതിന് മോഡി കെയർ പറയുന്നത് സ്വാളോ ദി പ്രൈഡ്, അനാവശ്യമായ ദുരഭിമാനം കളയാനാ പറയുന്നത്. സ്റ്റഫ് ദൈ പോക്കറ്റ് നിറയ്ക്കാനാ പറയുന്നത്. ദുരഭിമാനം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. നമ്മുടെ വീട്ടിൽ കുറച്ച് നമ്മൾ തെങ്ങുണ്ട്, 4-5 തെങ്ങുണ്ട്, നമ്മൾ തേങ്ങ വെട്ടിയപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ വന്ന് നമ്മൾ എന്ത് ചെയ്യും? വിൽക്കും. വീട്ടിലൊരു പശുണ്ട്, പാല് കറന്ന് അധികം പാലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിൽക്കും. വിൽപ്പന എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ തന്നെ അതിനെ ചലിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പാരമ്പര്യമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് വിൽപ്പന എന്ന് പറയുന്നത്. അപ്പൊ വിൽപ്പന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മോശം സംഗതിയല്ല, അതൊരു ഗ്രേറ്റായ സംഗതിയാണ്. അത് ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാർക്കും നിത്യവും ആവശ്യമുള്ള ഡെയിലി യൂസ്ഫുൾ കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ് മോഡി കെയറിൽ ഉള്ളത് എന്നതുകൊണ്ട്
നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് അവർ മെമ്പർ ആയില്ലെങ്കിൽ പോലും ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് നിരന്തരം ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാ മാസവും നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പം അങ്ങനെ കസ്റ്റമറെ നമുക്ക് കൂടുതൽ സർവീസ് ചെയ്യാനും കണ്ടെത്തി കൊടുക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഒരു ശരിക്കൊരു ഡയറക്റ്റ് സെല്ലറായിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ 100% ഈ ബിസിനസ്സിനെ ഉൾക്കൊണ്ട ഒരാൾക്ക് 100 PV 200 PV 300 PV ഒന്നും ചെയ്യുന്നതിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡെയിലി യൂസ്ഫുൾ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ആ ഫീച്ചറിന്റെ അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. മോഡി കെയർ പ്രോഡക്റ്റ് മറ്റൊരു കമ്പനിക്ക് ഇത്രയും വോളിയം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല റെഗുലറായിട്ട് എല്ലാ മാസവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഏതൊരാൾക്കും നമ്മുടെ ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഇപ്പം ഹെൽത്ത് പ്രോഡക്റ്റ് മാത്രം മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നവരാ, ചായ കുടിക്കുന്നവരാ, കുളിക്കുന്നവരാ, തുണി കഴുകുന്നവരാണ്, പാത്രം കഴുകുന്നവരാണ്, അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ ചുറ്റുമുള്ള എല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഈ ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു 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 ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഫീച്ചറാണ് ഡെയിലി യൂസ്ഫുൾ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നിരവധിയായി ഇതൊരു കൺവിക്ഷനാണ്. കാര്യം ഇതിനകത്തൊന്നും നമുക്ക് കളയാനില്ല, മാറ്റിവെക്കാനില്ല. മോഡി കെയർ ഉൽപ്പന്നങ്ങൾ സൂപ്പറാണ്. എല്ലാവർക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും, എവിടെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ ആദ്യത്തെ പ്രത്യേകത നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് അഫോർഡബിൾ ഇന്ത്യൻ പ്രൈസ്. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വില നിലവാരത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ആദ്യമായി ഈ ഡയറക്ട് സെല്ലിംഗ് കേൾക്കുന്നത് ആംവേ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ്. സുജാർ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രസന്റേഷൻ കേൾക്കുന്നത്. പക്ഷെ ആ ആംവേ പ്രോഡക്ട്സുകൾ ഞാൻ വാങ്ങിയിരുന്നു. വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മാസം ശമ്പളം കൊണ്ട് ഈ ആംവേ പ്രോഡക്ട്സുകൾ വാങ്ങാൻ കഴിയില്ല. കാര്യം അതൊരു അമേരിക്കൻ കമ്പനിയാണ്. അവർക്ക് അമേരിക്കയിൽ അത് ഒരു $200 അല്ലെങ്കിൽ $20 വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ $20 വിൽക്കും. $10 വിൽക്കുന്ന സാധനം ഇന്ത്യ കൊണ്ടുവന്ന് വിറ്റ 800 രൂപ കൊടുക്കണം. ഒരു ഡോളറിന് 80 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. ഇപ്പൊ 94 രൂപ വരെ ആയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇന്റർനാഷണൽ പ്രൈസിംഗ് ആണ്. ഇന്ത്യയിൽ ഇത് ഉത്പാദിപ്പിക്കാൻ എത്ര രൂപയാവും എന്നുള്ളത് അവർ നോക്കില്ല. മിക്കവാറും എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്റർനാഷണൽ കമ്പനികളുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വലിയ വിലയാണ്. ഇത് വെച്ചിട്ടാണ് ആൾക്കാരെല്ലാം മുൻവിധിയോടെ പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് പ്രോഡക്ട്സുകൾക്കൊക്കെ വലിയ വിലയില്ലേ. അങ്ങനെയല്ല സുഹൃത്തുക്കളെ. നമ്മളുടെ കൺവിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആംവേ പോലുള്ള ഇന്റർനാഷണൽ കമ്പനികളുടെ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രോഡക്റ്റുകളെ കിടപിടിക്കുന്ന അതുക്ക് മേലെ നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇതൊരു ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ടും സമീർ മോഡി സാറിന്റെ പ്രത്യേക സിഗ്നേച്ചർ ഉള്ള ഉൽപ്പന്നങ്ങളായതുകൊണ്ടും ഇതൊരു സാധാരണക്കാരന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിരക്കിലാണ് കമ്പനി പ്രൈസിങ് ചെയ്തിട്ടുള്ളത്. ലാഭം കുറച്ച് മതി എന്നാ കമ്പനി പറയുന്നത്. കമ്പനിക്ക് അതിനനുസരിച്ചുള്ള പ്രൈസിങ് ആണ് ചെയ്യുന്നത്. മറ്റ് കമ്പനികൾ നോക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ക്വാളിറ്റി സാധനം തരാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വിറ്റിട്ട് ഇപ്പം ഒരു പേസ്റ്റ് ഒരു പേസ്റ്റ് ഉണ്ടാക്കി ആരാണത് ഒന്ന് മ്യൂട്ട് ചെയ്തിരുന്നത്? ഒരു പേസ്റ്റ് ഉണ്ടാക്കി, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. ഒരു പേസ്റ്റ് ഉണ്ടാക്കി വിറ്റിട്ട് അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. പക്ഷെ മോഡി കെയർ കമ്പനി അങ്ങനെയല്ല. മോഡി കെയർ കമ്പനി എന്ന് പറയുന്നത് 65,000 കോടി ആസ്തിയുള്ള മോഡി ഗ്രൂപ്പിന്റെ ഭാഗമാണ്.
ഇതിന്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ എത്ര കോടി വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആസ്തിയുള്ള ആളാണ് സമീർ മോഡി സാറ്. അദ്ദേഹത്തിന്റെ കളർ ബാർ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ 125 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ലോകോത്തര ബ്രാൻഡാണ്. അപ്പം ഈ മേഖലയിൽ എത്രയും ഉന്നത ടെക്നോളജി കൊണ്ടുവരാനും സയന്റിസ്റ്റുകളെ കൊണ്ടുവരാനും കഴിവുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ് മോഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ മോഡി ഗ്രൂപ്പിന്റെ ഭാഗമാണ് മോഡി കെയർ എന്നുള്ളത് കൊണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡില്, ഇന്റർനാഷണൽ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡില് കമ്പനിയുടെ R&D സെന്ററിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വർഷങ്ങൾ ഗവേഷണം ചെയ്താണ് ഓരോ ഉൽപ്പന്നങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് മാനുഫാക്ചറിങ് ചെയ്യും. മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ലീഡേഴ്സിനും ഒക്കെ കമ്പനി അയച്ചു കൊടുക്കും. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്സ് എടുക്കും. ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ ഡെവലപ്പ് ചെയ്യും. വീണ്ടും ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ഹൈ ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മുടെ ചെയർമാനായ സമീർ മോഡി സാർ ഇത് ഉപയോഗിച്ച് നോക്കും. അദ്ദേഹം പേഴ്സണലി ഇത് ഉപയോഗിച്ച് നോക്കും. ഓരോ പ്രോഡക്റ്റും മോഡി കെയറിന്റെ. ഇപ്പൊ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് വന്നപ്പോൾ അറിയാം, 35 കിലോയാണ് അദ്ദേഹം 3 മാസം കൊണ്ട് ആ വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റിലൂടെ അദ്ദേഹം കുറച്ചത്. 35 കിലോ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് മോഡിയിൽ ഉൾപ്പെടെയാണ് ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. മോഡി കെയർ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നല്ല വെയിറ്റ് ഉള്ളായിരുന്നു, 100 കിലോ വെയിറ്റ് ഉള്ള ആളായിരുന്നു. അത് ഉപയോഗിച്ച് കുറച്ച് പുള്ളി റിസൾട്ട് 100% റിസൾട്ട് എന്ന് കണ്ടതിന് ശേഷമാണ് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് അദ്ദേഹം കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്തത്. കണ്ടോ എത്ര വിശ്വാസ്യതയാണെന്ന് നോക്കണം. നമ്മൾ ചിലപ്പം വായിച്ചു ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് അഫോർഡബിൾ പ്രൈസ്. അതിന്റെ പിന്നിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ് ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ മോഡിക്കൽ R&D സെന്ററിലെ ബോംബെയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ടീം വർഷങ്ങൾ ഗവേഷണം ചെയ്ത് ലോകത്തെ ഏറ്റവും നല്ല ടെക്നോളജി കൊണ്ടുവന്ന് നിർമ്മിക്കപ്പെടുന്ന, ഏറ്റവും നല്ല റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന, ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന, ഏറ്റവും നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് മോഡി കെയറിന്റെ. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് അഫോർഡബിൾ. കാര്യം ഈ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന പരസ്യത്തിലൂടെ ചീപ്പ് റേറ്റിൽ കിട്ടുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളിലുള്ള ട്രസ്റ്റ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ മോഹൻലാൽ വന്നിട്ട് കണ്ണൻ ദേവൻ തേയിലയാണ് എൻ്റെ പ്രസരപ്പിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ പാതിയൊക്കെ പരസ്യം കണ്ടിട്ട് ആൾക്കാരെല്ലാം കണ്ണൻ ദേവൻ തേയില വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോഹൻലാലിന്റെ പേഴ്സണൽ ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചായ കുടിക്കാറേ ഇല്ല എന്ന്. അപ്പൊ പറ്റിക്കപ്പെട്ടില്ലേ? അപ്പൊ ഇതുപോലുള്ള ചീപ്പ് ബ്രാൻഡുകൾ, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വലിയ പരസ്യം നൽകിയിട്ട് മാർക്കറ്റിൽ ഹൈപ്പ് ഉണ്ടാക്കി വിൽക്കപ്പെടുന്ന ആ സിസ്റ്റത്തിനോട് വിശ്വാസത ഇല്ലാത്ത ഒരു കാലഘട്ടം. കാര്യം ദൃശ്യമാധ്യമങ്ങൾ അതിനകത്ത് വലിയ ഘടകമാണ്. ആ കാലഘട്ടത്തില് ഇന്ത്യൻ മാർക്കറ്റില് അഫോർഡബിൾ പ്രീമിയം സെഗ്മെന്റിന് വലിയ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പം അഫോർഡബിൾ പ്രീമിയം സെഗ്മെന്റ്, ഏറ്റവും പ്രീമിയം സെഗ്മെന്റിനല്ല, വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രീമിയം സെഗ്മെന്റിന്. അപ്പൊ ആ കാറ്റഗറിയിലാണ് മോഡി കെയർ ഉൽപ്പന്നങ്ങൾ വരുന്നത്. അതുപോലെ ജെൻസീസ്, മില്ലേനിയംസ്, മിഡിൽ ക്ലാസ്, ഇവരൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ഈ ചീപ്പ് പ്രോഡക്റ്റിൽ നിന്നും മീഡിയം റേഞ്ച് പ്രോഡക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കാര്യം ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ക്യാൻസർ, അൾസർ, മൂവ്മെന്റ് ചലഞ്ചസ്, ഓർമ്മക്കുറവ്, അങ്ങനെയുള്ള പല പല ഇഷ്യൂസ് വന്നപ്പം പല പഠനങ്ങളിലൂടെ ഈ മാർക്കറ്റിലുള്ള ഏറ്റവും ചീപ്പ് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുണ്ടാകുന്നതാണെന്ന് കൃത്യമായ ഇൻഫർമേഷൻ പോയിന്റ് അടിസ്ഥാനത്തിൽ
ആ സെഗ്മെന്റ് ഒക്കെ ആൾറെഡി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഒരു പ്രീമിയം ഫീൽ തരുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈവൻ അതിന്റെ പാക്കിംഗ് പോലും. നമ്മൾ ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ പ്രോഡക്റ്റിന്റെ ബ്യൂട്ടിയും, ഇപ്പം നമ്മളൊരു ഹാർപ്പിക്കോ അതുപോലുള്ള ഒരു പ്രോഡക്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബ്യൂട്ടിയും കൂടെ നിങ്ങൾ നോക്കണം. ആ ലുക്കിൽ തന്നെ, പാക്കിങ്ങിൽ തന്നെ ഭയങ്കര ഡിഫറൻസ് ആണ്. കാര്യം നമ്മളത് ഇന്റർനാഷണൽ പാക്കിംഗ് ആണ്. അപ്പം ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഈ സാധനം ലോകത്ത് എവിടെയും കൊണ്ടുവന്ന് വിൽക്കാൻ കഴിയും. ഇതേ പ്രോഡക്റ്റ് നമ്മുടെ പേസ്റ്റ് തന്നെ ദുബായിലും വിൽക്കാം, അമേരിക്കയിലും വിൽക്കാം, യൂറോപ്പിലും വിൽക്കാം. വേറെ പ്രോഡക്റ്റ് ഉണ്ടാക്കണ്ട. പക്ഷേ ഇന്ത്യയിൽ വിൽക്കുന്ന കോൾഗേറ്റ് ഒരിക്കലും കൊണ്ടുവന്ന് ദുബായിലോ അമേരിക്കയിലോ വിൽക്കാൻ പറ്റില്ല. കാര്യം അത് ഇന്ത്യൻ ക്വാളിറ്റിയാണ്. കോൾഗേറ്റ് ഇവിടെ വിൽക്കുന്ന കോൾഗേറ്റ് അതാണ് ഇന്റർനാഷണൽ ക്വാളിറ്റി അറ്റ് അഫോർഡബിൾ പ്രൈസ്. ഞാനൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് ഈ മോഡി കെയറിന്റെ പേസ്റ്റും കോൾഗേറ്റിന്റെ പേസ്റ്റും തമ്മിലുള്ള വില വളരെ അന്തരമുണ്ടായിരുന്നു. മോഡി കെയറിന്റെ പേസ്റ്റിന് 80 രൂപയാണെങ്കിൽ കോൾഗേറ്റിന് 40 രൂപയായിരുന്നു അന്ന്. ഇന്ന് കോൾഗേറ്റിന്റെ പേസ്റ്റിന് 80 രൂപ ആയിട്ടുണ്ട്. മോഡി കെയറിന്റെ പേസ്റ്റ് 96 രൂപ ആയിട്ടുള്ളൂ. പക്ഷെ 74 രൂപയ്ക്ക് DPക്ക് നമ്മൾ കിട്ടും എന്ന് പറയാൻ കോൾഗേറ്റിനേക്കാളും വില കുറച്ചാണ് കിട്ടുന്നത്. 3 ഉപയോഗിച്ചാൽ മതി നമ്മുടെ പേസ്റ്റ്. അപ്പൊ ആ പ്രൈസ് ഡിഫറൻസ് വളരെയധികം കുറഞ്ഞു. മാർക്കറ്റിലുള്ള നോർമൽ കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് നമ്മളെ പ്രോഡക്റ്റുമായിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് വളരെയധികം കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. പക്ഷെ ക്വാളിറ്റിയിലോ അതുക്ക് മേലെ, നമ്മൾ സ്വപ്നം കാണുന്നതിലൊക്കെ മേലെയാണ്. അത് ഓരോ പ്രോഡക്റ്റ് നമ്മൾ പഠിക്കുമ്പം മനസ്സിലാക്കുമ്പം നമുക്ക് മനസ്സിലാവും. ഇനി പോസ്റ്റ് കോവിഡ് പീരീഡിൽ, കോവിഡ് എന്ന് പറഞ്ഞൊരു കാര്യം വന്നല്ലോ നമ്മളെ നാട്ടില്. ഈ കോവിഡ് വന്ന സമയത്ത് ആൾക്കാരുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് പ്രധാനമായി അത് ബാധിച്ചത്. പ്രതിരോധ ശേഷിയെ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ആൾക്കാർക്ക് ധാരാളം ഉണ്ടാവാൻ തുടങ്ങി. ഏതിലെങ്കിലും പനി പോയാൽ മതി. പണ്ട് കോവിഡിന് മുമ്പുള്ള പനി കാലത്ത് വരുന്ന ആൾക്കാരല്ല ഇപ്പം ഹോസ്പിറ്റലിൽ പനിക്കാലത്ത് കയറുന്നത്. അതിന്റെ 10 ഇരട്ടി, 20 ഇരട്ടി, 100 ഇരട്ടിയൊക്കെ ആൾക്കാരാണ് പനിയായിട്ട് ഇരുന്നത്. കാര്യം ആൾക്കാർ കോവിഡ് വന്നതിന് ശേഷം അവർക്ക് ആ പ്രതിരോധ ശേഷി കുറഞ്ഞുപോയി. അപ്പൊ ആ കോവിഡിന് ശേഷവും ഈ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച്, ഇപ്പം മുളക് പൊടി, മല്ലിപ്പൊടി അതുപോലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായി ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. അതുപോലെ ഹെൽത്ത് സെഗ്മെന്റില്, വെൽനസ് സെഗ്മെന്റില് ഒക്കെ തന്നെ ഭയങ്കരമായ ഡിമാൻഡ്. വിശ്വസിക്കാൻ പറ്റുന്ന ബ്രാൻഡുകൾക്ക് വളരെ വലിയ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും മോഡി കെയർ ബിസിനസ് ചെയ്യുന്ന ഡിയർ ഫ്രണ്ട്സ്. അപ്പം മോഡി കെയർ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് അഫോർഡബിൾ പ്രൈസിൽ 100% ഇന്ത്യൻ കമ്പനിയായ മോഡി കെയർ. സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഹിന്ദുസ്ഥാൻ ലിവർ എന്നൊക്കെ കാണും. യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാൻ ലിവർ ഇന്ത്യൻ കമ്പനി അല്ല. മിക്കവാറും ഈ മാർക്കറ്റിൽ കാണുന്ന ഇന്ത്യയുടെ പേരും ഹിന്ദുസ്ഥാന്റെ പേരും ഭാരതത്തിന്റെ പേരും ചേർത്ത് വരുന്ന കമ്പനികളെല്ലാം തന്നെ വിദേശ കമ്പനികളാണ്. പക്ഷെ ഇതൊരു 100% ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, ഇതിന്റെ എല്ലാ ബെനഫിറ്റുകളും ഇന്ത്യയിലേക്ക് തന്നെ വിനിയോഗിക്കപ്പെടുന്ന, ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംരംഭമാണ് മോഡി കെയർ എന്ന് പറയുന്നത്. അതിന് ഇതിന്റെ ഈ ക്വാളിറ്റീസ്, രണ്ടാമത്തെ ഫീച്ചർ, യുണീക്ക് ഫീച്ചേഴ്സ് എന്ന് പറയാം, വളരെ വളരെ സഹായമാണ്. എന്ത് സാധ്യതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി അടുത്തത് കോൺസെൻട്രേറ്റഡ് ഫോർ എക്കോണമി. ലാഭകരമായിരിക്കാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ മോഡി കെയർ ഉൽപ്പന്നങ്ങളിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിന്നത് ഈ കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ ഞാനൊരു 1/2 കിലോ സർഫ് വാങ്ങിക്കാൻ പോയ 40 രൂപയുണ്ടായിരുന്നു. പക്ഷെ മോഡി കെയറിന്റെ കോൺസെൻട്രേറ്റഡ് ഡിറ്റർജന്റ് 1/2 കിലോ വാങ്ങിക്കാൻ പോയാൽ 150 രൂപ കൊടുക്കണമായിരുന്നു. അതെങ്ങനെ ശരിയാവും?
അപ്പൊ ആൾക്കാര് ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെന്ന് പറഞ്ഞു. ഇപ്പൊ 1/2 കിലോ സർഫോ 1/2 കിലോ സൺലൈറ്റോ വാങ്ങിയാൽ അതിനകത്ത് 20% മാത്രമേ തുണി കഴുകുന്നതുമായിട്ട് ബന്ധമുള്ള സാധനങ്ങൾ ഉണ്ടാവും. ബാക്കിയെല്ലാം ഫില്ലേഴ്സ് ആണ്. അപ്പൊ 1 കിലോ വാങ്ങിയാല് 200 ഗ്രാം തുണി കഴുകാനുള്ള പ്രോഡക്റ്റ് അതിലുണ്ടാവും. പക്ഷെ മോഡിക്കേണ്ട ഉൽപ്പന്നങ്ങളാ, മോഡിക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഈ കോൺസെൻട്രേറ്റഡ് ഡിറ്റർജന്റിന്റെ കാര്യം തന്നെ എടുക്കാന്നുണ്ടെങ്കിൽ ആ കോൺസെൻട്രേറ്റഡ് ഡിറ്റർജന്റ് 15 ഗ്രാം ഉപയോഗിച്ചാൽ മതി. കാര്യം ഇതിനകത്ത് ഫില്ലേഴ്സ് ഇല്ല, ഗാഢത കൂട്ടിയിരിക്കുക. വെറും 15 ഗ്രാം. ഈ 15 ഗ്രാം എടുക്കുന്നിടത്ത് അന്ന് സർഫ് 150 ഗ്രാം എടുക്കണം, സൺലൈറ്റ് 150 ഗ്രാം എടുക്കണം. കാര്യം അതൊന്നും ആരും അളന്നിടാറില്ല, കൊണ്ടുവന്ന് വെട്ടി തട്ടി അങ്ങ് ഇടും. അന്ന് അരിക്ക് 25 രൂപ വിലയുള്ളൂ, സൺലൈറ്റിന് സർഫിന് 40 രൂപ വില 1/2 കിലോയ്ക്ക്. ഈ 25 രൂപ 1 കിലോ വിലയുള്ള അരി നമ്മൾ അളന്നിടും. പക്ഷെ 1/2 കിലോയ്ക്ക് 40 രൂപ വിലയുള്ള സർഫും സൺലൈറ്റും ഒന്ന് നമ്മൾ അളന്നിടാറില്ല, തട്ടിയിടും. ഒന്ന് വിരോധാഭാസം നോക്കി. ആ സ്ഥാനത്താണ് മോഡി കെയർ കമ്പനി പറയുന്നത് ഒരു സ്പൂൺ, ആ സ്പൂണ് 15 ഗ്രാമിന്റെ സ്പൂണാണ്, അത്ര ഉപയോഗിച്ചാൽ മതി. അപ്പം സർഫും ഏരിയയിൽ 150 ഗ്രാം വെച്ച് 1/2 കിലോ 4 5 തവണ കഴിയുമ്പം അതങ്ങ് തീരും. മാക്സിമം പോയാൽ 4 തവണ 10 രൂപ ഒരു ബക്കറ്റ് തുണി കഴുകാനാണ്. പക്ഷെ മോഡിക്കേന്റെ വാഷ്മേറ്റ് കഴുകാൻ 5 രൂപയാവത്തുള്ളൂ. അല്ല, നേരെ പകുതി. ഇത്രയും ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് നേരെ പകുതി പൈസയാവുള്ളൂ. അപ്പൊ കോസ്റ്റ് പെർ യൂസ്, ഒരു ഉൽപ്പന്നം ലാഭകരമാകുന്നത് അതിന്റെ വില കൊണ്ടല്ല, നമുക്കതുകൊണ്ട് ഒരു തവണ ഉപയോഗിക്കുന്നതിന് എത്ര രൂപയാകും, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങിയത് കൊണ്ട് എത്ര തവണ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഹാർപ്പിക്ക് വാങ്ങിച്ച 1 മാസം കൊണ്ട് തീരുമെങ്കിൽ നമ്മുടെ മോഡിക്കേന്റെ ബിയോണ്ട് ബ്ലൂ വാങ്ങിച്ച 6 മാസം കൊണ്ടേ തീരും. കാര്യം ഹാർപ്പിക്ക് 50 ml ഉപയോഗിക്കുന്നിടത്ത് ഒരു 10-15 തുള്ളി മതി. കാര്യം കോൺസെൻട്രേറ്റർ ആണ് ബിയോണ്ട് ബ്ലൂ. ഈ രീതിയിൽ നമ്മുടെ എല്ലാ കൺസ്യൂമർ പ്രോഡക്ട്സുകളും കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അതെങ്ങനെയാണ് അത് ലാഭകരമാകുന്നതെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ മീൻസ് ഡൂയിങ് മോർ വിത്ത് ലെസ്. കൂടുതൽ ജോലി ചെയ്യും കുറച്ച് പ്രോഡക്റ്റ് കൊണ്ട്. മോർ പൊട്ടന്റ് ആൻഡ് എഫക്റ്റീവ്. മറ്റുള്ള പ്രോഡക്റ്റുകൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. നമ്മളുടെ വാഷ്മേറ്റിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ്, എണ്ണ വീണ പാടുകൾ, ഇതെല്ലാം പോവും. ഈവൻ തലേണ ഊറ പോലും നമ്മൾ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വാഷിംഗ് പൗഡറിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ തുമ്പപ്പ് പോലെ വെളുപ്പിച്ചു തരും. ഇതൊന്നും ഒരിക്കലും മാർക്കല്ല കുറഞ്ഞ വാഷിംഗ് പൗഡർ കൊണ്ടോ ഈവൻ സർഫിന്റെ ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊണ്ട് നമ്മുടെ വാഷ്മേറ്റ് കോൺസെൻട്രേറ്റ് എടുക്കുന്ന ആ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ നടക്കത്തില്ല. ഇപ്പം ഒരു കമ്പനിയുടെ പ്രീമിയം പ്രോഡക്റ്റിന്റെ വില നോക്കുകയാണെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് അതിനേക്കാളും കുറവാണ്. സർഫ് എക്സലിന്റെ ഫ്രണ്ടോമാറ്റിക്കിനേക്കാളും വില കുറവാണ് നമ്മുടെ മോഡിക്കേന്റെ കോൺസെൻട്രേറ്റഡ് വാഷ്മേറ്റ് ഡിറ്റർജന്റിന്. ഏത് കമ്പനിയുടെ പ്രീമിയം സെഗ്മെന്റ് പ്രോഡക്റ്റ് എടുത്ത് നോക്ക്. ഇപ്പം പേസ്റ്റ് തന്നെ സെൻസോഡൈൻ എന്ന് പറഞ്ഞ പേസ്റ്റ് ഉണ്ട്. 100 ഗ്രാമിന് അവര് 80 ഗ്രാമോ 70 ഗ്രാമോ, 70 ഗ്രാമിന് 175 രൂപ വില. പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ 100 ഗ്രാം പേസ്റ്റിന് 250 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. മോഡി കെയർ വെറും 94 രൂപ, 96 രൂപ വിലയുള്ളൂ 100 ഗ്രാമിന്. സൂപ്പർ പ്രോഡക്റ്റ്, ക്വാളിറ്റിയിൽ അടിപൊളി സാധനം. അതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. അത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. അത് ഓൺലി സ്മോൾ ക്വാണ്ടിറ്റി പെർ യൂസ്
നീഡഡ്. സോ ബിഗ് കോസ്റ്റ് സേവിംഗ് ആണ്, വളരെ വലിയ കോസ്റ്റ് സേവിംഗ് ആണ്. അതുകൊണ്ട് ആ ടെക്നോളജി കൊണ്ട് ഉപയോഗിക്കുന്ന ഓരോ ഉപഭോക്താവിനും, MRPയിൽ വാങ്ങുന്ന ഉപഭോക്താവിന് പോലും ഭയങ്കര ലാഭകരമാണ്. നമ്മളത് ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആൾക്കാർക്ക്. ആ കോസ്റ്റ് പെർ യൂസിന്റെ സേവിങ്സ് ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. ആൾക്കാർ ഇപ്പോഴും ആംവേ പോലെയാണ് അല്ലെങ്കിൽ മറ്റ് കമ്പനികളെ പോലെയാണെന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. മോഡി കെയറിന്റെ യഥാർത്ഥത്തിൽ അവരുടെ ബിലീഫ് മാറ്റിയിട്ട് കൺവിക്ഷൻ ആക്കണം. നമ്മൾ അനുഭവിച്ചറിയാൻ പറയണം. അതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്ക്, എന്നിട്ട് നമ്മൾ പറയുന്ന രീതിയിലാണോ ഇത് വർക്ക് ചെയ്യുന്നത് നോക്ക്. കണ്ടില്ലേ? ഇല്ലെങ്കിൽ ഇന്ന് ചിരിച്ചു കൊണ്ടുപോവാ, നമ്മൾ പൈസ തരാം. അപ്പം ഈ കോൺസെൻട്രേറ്റഡ് ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് അവിടെ വെച്ച് ഫില്ലർ ചേർക്കുകയോ അല്ലെങ്കിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ വലിയ കണ്ടെയ്നർ വേണം. ആ കണ്ടെയ്നറിന്റെ കാശ് നമ്മൾ കൊടുക്കണം. അത് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ വീട്ടുപടിക്കൽ വരെ എത്താൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത പലചരക്കടയിൽ മാർജിൻ ഫ്രീ ഷോപ്പിൽ എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ കൊടുക്കണം. കൺസ്യൂമർ ആയതെല്ലാം കൊടുക്കുന്നത്, കമ്പനിയൊന്നുമല്ല. നമ്മൾ കാര്യം കമ്പനി കൊടുക്കുന്നത്, നമ്മുടെ നിന്ന് വാങ്ങിയിട്ടാണ് കൺസ്യൂമർ കമ്പനി കൊടുക്കുന്നത്. അപ്പം മാർക്കറ്റിലുള്ള കമ്പനികൾ ഡയലൂട്ട് ചെയ്ത് വരുന്ന കാരണം വില കുറവ് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ കുറച്ച് തവണ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ കോസ്റ്റ് പെർ യൂസ് കൂടുതലായിരിക്കും. അപ്പൊ മോഡിക്കേണ്ട ഉൽപ്പന്നങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് കോസ്റ്റ് പെർ യൂസ് കുറവ്. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ വെള്ളം, ടാപ്പിലെ അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം എടുത്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിനാ ക്യാപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ അളവെന്ന് പറയുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ് ഇല്ലാത്തതിനാണെങ്കിൽ സ്പൂൺ ഉണ്ടാകും. അത് ഭയങ്കര കൺവീനിയന്റ് ആണ്, സോഷ്യലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. കാര്യം വെള്ളത്തിന്റെ ഉപയോഗം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. ഇപ്പൊ ഒരു കണ്ടെയ്നർ വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത ഒരു സാധനം അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആയിരിക്കും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കമ്പനികൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് വേസ്റ്റ് കൂടുകയാണ്. മനസ്സിലായില്ലേ? വാട്ടറിന്റെ ഉപയോഗം, അതുപോലെ എല്ലാ കാര്യത്തിലും. അപ്പം സോഷ്യൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കോൺസെൻട്രേറ്റർ ഫോർ എക്കണോമി എന്ന് പറയുന്ന ഫീച്ചർ ഭയങ്കര ബെനഫിഷ്യലാണ്, ഭയങ്കര ബെനഫിഷ്യലാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി കിട്ടുന്നുണ്ടോ? ഹലോ, എന്താ ആരും മിണ്ടാത്ത? കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അതെ. ഇതിനപ്പുറം ഒരു കൺവിക്ഷൻ വേണോ ഓരോ ഉൽപ്പന്നത്തെ കുറിച്ചും? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. പ്രോഗ്രാമിന് ഞാനൊരു ഫീച്ചർ പറഞ്ഞ് തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ ഈ പറഞ്ഞ ഭാഗത്തെ കുറിച്ച്. അപ്പം രണ്ടാമത്തെ ഫീച്ചറാണ്. അടുത്ത മോദി കെയർ ഉൽപ്പന്നങ്ങളുടെ ഫീച്ചർ എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലിയാണ്. യൂസർ ഫ്രണ്ട്ലിയാണ്. എന്താണ് യൂസർ ഫ്രണ്ട്ലി? നമ്മൾ സാധാരണഗതിയിൽ പ്രസന്റേഷനിലൊക്കെ പറഞ്ഞു പോകാറുണ്ട് മോഡി കെയർ ഉൽപ്പന്നങ്ങളെ യൂസർ ഫ്രണ്ട്ലിയാണ്. യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുമ്പം അത് പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കൺസ്യൂമർ പ്രോഡക്ട്സ് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. ഒന്നൊരു പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം ഇത് എന്തിനുള്ളതാണെന്ന്. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു യൂസ്. അത് നമുക്ക് വളരെ ലളിതമായി ഉപയോഗിക്കാൻ കഴിയണം. സേഫ് ആയിരിക്കണം, ഉപയോഗിക്കുന്ന ആൾക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. അതുപോലെ നമ്മളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്ത് തരുന്ന സാധനമായിരിക്കണം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്. അതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ പ്രോഡക്റ്റ് യൂസർ ഫ്രണ്ട്ലി ആകുന്നു പറയുന്നതിന് ഒരു ഉദാഹരണം എടുക്കുകയാണ്. ഞാൻ ഡെസോൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണ്, നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡെസോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പം തന്നെ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഡെസോൾ. ഇത് എന്തും ചെയ്യും. കണ്ടോ, ഇതൊരു ക്ലീനറാണ്. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ആ പ്രോഡക്റ്റിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്
ഇതൊരു കോൺസെൻട്രേറ്റഡ് മൾട്ടി പർപ്പസ് ക്ലീനർ ആണ്. അപ്പൊ എടുത്തൊരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലായി ഇത് ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ്. ഇത് ഡെസോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യാൻ കഴിയുന്നു. ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നത്? ഈസി ടു യൂസ്. നമ്മളൊരു അര ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു അര അടപ്പൊഴിച്ചാൽ മതി. അതിനകത്ത് 5 ml ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വീട് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി ക്ലീൻ ചെയ്താലോ? ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ തറയിലുള്ള മൊത്തം അഴുക്കും ഈ ക്ലീൻ ചെയ്യുന്ന തുണിയിലങ്ങ് പിടിക്കും. ഈ തുണി പിടിച്ച മൊത്തം അഴുക്കും നമ്മൾ ബക്കറ്റിൽ കൊണ്ടുവന്ന് മുക്കിയിട്ട് സ്ക്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇല്ല കറങ്ങുന്ന സാധനത്തിട്ട് കറക്കുകയോ ചെയ്യുമ്പം കംപ്ലീറ്റ് ആ ബക്കറ്റിലെ വെള്ളത്തിൽ അങ്ങ് പോകും. കണ്ടോ? അപ്പൊ തറയിൽ അഴുക്ക് മൊത്തം ഇഞ്ഞു വന്നു. ആ അഴുക്ക് നമ്മൾ വെള്ളത്തിൽ കൊണ്ട് നോക്കിയപ്പം മൊത്തം വെള്ളത്തിൽ പോയി. അപ്പൊ തറ ക്ലീൻ ആയി. കണ്ടോ? ഈസിയാണ് യൂസ് ചെയ്യാൻ, സേഫ് ആൻഡ് കംഫർട്ടബിൾ. നമ്മളെ പ്രതലത്തിന്റെ ഗ്ലേസിങ്ങിനെ ഒന്നും ഇത് ബാധിക്കത്തില്ല. വളരെ സേഫാണ്. നമ്മൾ കൈ പറ്റിക്കഴിഞ്ഞാൽ വളരെ സേഫാണ്. ഈവൻ തുണിയിൽ പോലും ഈ അഴുക്ക് പിടിച്ചിരിക്കത്തില്ല. കണ്ടോ? നമ്മൾ വളരെ ഉപയോഗിക്കുന്ന ആൾ ഭയങ്കര കംഫർട്ടബിൾ ആയത് വെച്ച്. കാര്യം മാർക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ 30 ml 50 ml ഒക്കെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് അതിനകത്ത് പിന്നെ വെള്ളത്തിൽ കൈ തൊടാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ കൈ നീറും, കെമിക്കലാണ്. പക്ഷെ നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ ഡെറിവേറ്റീവ് ആണ് ഈ ഡെസോൾ എന്ന് പറയുന്ന സാധനം. വെളിച്ചെണ്ണയാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. വെളിച്ചെണ്ണയാണ് ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഇത്രയും ജെന്റിലാണ്. 1 ml എടുത്ത് 1 ലിറ്റർ ക്ലീൻ സൊല്യൂഷൻ ഉണ്ടാകും. ഭയങ്കര ലാഭകരമാണ്. 1 ml വെച്ച് 1 ലിറ്റർ ക്ലീൻ സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പം ഭയങ്കര ലാഭകരമാണ്. അതുപോലെ തന്നെ അഴുക്കിന്റെ മേലിൽ ഇത് ഭയങ്കര പവർഫുൾ ആണ്. അതതിന്റെ ടെക്നോളജിയാണ്. R&D സെന്ററിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നോളജിയാണ്. എത്ര കട്ടി പിടിച്ച അഴുക്കാണെങ്കിലും ശരി തന്നെ 1 മിനിറ്റ് ഈ ഡെസോൾ ഒന്ന് അപ്ലൈ ചെയ്ത് ഇട്ടിട്ട് രണ്ടാമതൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇഞ്ഞ് പോരും. കണ്ടോ? വളരെ ഫാസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും ആ പ്രോബ്ലം, ആ ഉപയോഗിക്കുന്ന കസ്റ്റമറുടെ നീഡ്, ആവശ്യത്തെ അത് സോൾവ് ചെയ്തെടുക്കുകയാണ്. ഈസി ടു മെയിൻറ്റെയിൻ. ഉപയോഗം കഴിഞ്ഞ് നമ്മൾ വലിയ കന്നാസൊന്നും പൊക്കിക്കൊണ്ട് കിടക്കണ്ട. ഒരു 1/2 ലിറ്ററിന്റെ അത് അടച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. വീണ്ടും എടുക്കാൻ വേണ്ടി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എന്ത് ഭംഗിയാണ് നമ്മുടെ ഷെൽഫിലൊക്കെ ഈ ഡെസോൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇരുന്നാൽ. നമ്മളെ ഷെൽഫിന് ഒരു ഭംഗി കൂട്ടുന്ന ഉൽപ്പന്നമാണ്. കാര്യം അതിന്റെ പാക്കിംഗ് ഇന്റർനാഷണൽ പാക്കിംഗ് ആണ്. അതിന്റെ കളറ്, ആ പ്ലാസ്റ്റിക്, അതിന്റെ കണ്ടെയ്നർ പോലും റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റീയൂസബിൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെയാണ് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു യൂസർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് പ്രതീക്ഷിക്കുന്നത് എന്താണോ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡില് ഇത് പ്രതീക്ഷിക്കുന്ന എന്തോ ആണോ അതെല്ലാം സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, ആ പ്രത്യേകതകളുള്ള ആ ബെനഫിറ്റുകൾ കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് മോഡിക്കൻ്റെ ഉൽപ്പന്നങ്ങൾ. ഈ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലിയ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുക. വളരെ വലിയ കാര്യം. നമുക്കറിയാം പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളും പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിലും കിട്ടുന്ന മിക്കവാറും ഉൽപ്പന്നങ്ങൾ പ്രകൃതിക്കും മനുഷ്യ ശരീരത്തിനും ഒക്കെ ദോഷകരമായിട്ട് നമ്മൾ വാങ്ങിച്ചാൽ പോലും ആ പറയുന്ന റിസൾട്ട് കിട്ടാത്ത സാധനത്ത് ഇത് 100% പറയുന്ന റിസൾട്ട് കൃത്യമായി കിട്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. ഒരിക്കൽ ഉപയോഗിച്ച ആൾക്കാർ പിന്നീട് അത് ചോദിച്ചു വാങ്ങും നമ്മൾ ഉൽപ്പന്നങ്ങൾ. ഇനി മറ്റൊരു പ്രത്യേകതയാണ് ബയോഡീഗ്രേഡബിൾ ഈക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ബയോഡീഗ്രേഡബിൾ ഈക്കോ ഫ്രണ്ട്ലി എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ബയോഡീഗ്രേഡബിൾ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ നാച്ചുറലി ഓവർ ടൈം. നമ്മളൊരു സെർട്ടൈൻ സമയം കൊണ്ട് സ്വാഭാവികമായും വിഘടിച്ച് നിർവീര്യമാകും. ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞ സാധനം 90 സെക്കൻഡാണ്. അതിൽ തന്നെ പറയുന്നത് 90 സെക്കൻഡ് ഫോർമുലയാണ്. 90 സെക്കൻഡില് നമ്മളെ ക്ലോസറ്റിൽ ഭയങ്കര പവർഫുൾ ആണ്. അവിടെ എന്ത് അണുക്കളുണ്ടെങ്കിലും അതിനെ കൊന്ന് നശിപ്പിച്ചിരിക്കും. പക്ഷെ 90 സെക്കൻഡ് കഴിയുമ്പം ഇത് വിഘടിച്ച് നിർവീര്യമാവും. പിന്നെ ഇത് നമ്മൾ ഫ്ലഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ അഴുക്ക് തീർന്ന് നശിപ്പിക്കുന്നത് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയെ അത് ഡിസ്ട്രോയ് ഇല്ല.
അതാണ് ബയോഡീഗ്രേഡബിൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മോഡി കെയറിന്റെ ഈ വാഷ്മേറ്റിന്റെ കവറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പൊട്ടിച്ചെടുത്ത് പറമ്പിൽ കളഞ്ഞാലും കുറച്ച് ഞങ്ങൾ കഴിയുമ്പം ആ കവറൊന്നും കാണത്തില്ല, അതങ്ങ് പൊടിഞ്ഞു പോകും. പക്ഷേ സർഫിന്റെയോ മിൽമയുടെയോ കവറ് നമ്മളത് പറമ്പിൽ കളഞ്ഞ് 7 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും നമ്മൾ കിളച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ പൊങ്ങി വരും. ഒന്നും ബയോഡിഗ്രേഡബിൾ. ഈവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണ്ടെയ്നേഴ്സ് പോലും, പ്രോഡക്റ്റുകൾ പോലും, ഗവൺമെന്റ് പ്രോഡക്റ്റുകൾ പോലും പലതും ബയോഡിഗ്രേഡബിൾ അല്ല. ആ സ്ഥാനത്താണ് 100% ബയോഡിഗ്രേഡബിൾ ആയിട്ട് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം മാനുഫാക്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് മോഡി കെയർ എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന മോഡി കെയർ എന്ന് പറയുന്നത്. Biodegradable consumer products are everyday products that can be break down naturally by bacteria, fungus and അത് മറ്റുള്ള മൈക്രോ ഓർഗാനിസം. അത് മൈക്രോ ഓർഗാനിസം വർക്ക് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റിൽ വർക്ക് ചെയ്തിട്ട് വെള്ളമോ അല്ലെങ്കിൽ CO2 ഓക്സിജനോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ ആയിട്ട് ഓർഗാനിക് മാറ്ററായിട്ട് കൺവേർട്ട് ചെയ്യും. അത് നമ്മളെ പ്രകൃതിക്ക് ദോഷമല്ല, മണ്ണിരയ്ക്ക് ദോഷമല്ല. നമുക്കൊരു അനുഭവം ഉണ്ട് ഇവിടെ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാഷിംഗ് പൗഡർ വെള്ളം ഞങ്ങൾ പണ്ട് ഈ വീടിന്റെ സൈഡിലോട്ട് നമ്മൾ വിടുമായിരുന്നു. ആ വീടിന്റെ സൈഡിലോട്ട് വിടുമ്പോൾ പണ്ട് ഏരിയയിലും മോഡി കെയർ വരുന്നതിന് മുമ്പ് ഏരിയയിലും സൺലൈറ്റും സർഫും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൈഡിൽ വീടിന്റെ സൈഡിൽ വീഴുന്ന സ്ഥലത്ത് 7 അയലത്ത് മണ്ണിരയില്ലായിരുന്നു. ഇനി വീട്ടിൽ ഫ്രണ്ടിൽ വെള്ളം കെട്ടിയിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിയിട്ട് ബാക്കിലോട്ട് ഒഴുകുമ്പം ഈ സൈഡിൽ ഒരു തിട്ട ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ കെമിക്കൽ വീണിട്ട് ആ കെമിക്കലെല്ലാം അവിടെ കടന്ന് കട്ടി പിടിച്ചൊരു തിട്ടയായിരുന്നു. അതൊരിക്കലും പോകത്തില്ല, നശിക്കത്തില്ല ആ സാധനം. പക്ഷെ മോഡി കെയറിന്റെ വാഷ്മേറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തിട്ട കാണാനില്ല. പിന്നെ നോക്കിയപ്പോൾ കാണാം മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണ്ണിര കുത്തുന്നത് ഈ മോഡി കെയറിന്റെ വാഷിംഗ് പൗഡർ വീഴുന്നിടത്താണ്. 7 അയലത്ത് മണ്ണിര ഇല്ലാത്ത സ്ഥലത്ത് ആ പഴയ പ്രോഡക്റ്റിനെ വരെ ഇത് വാഷ് ചെയ്താൽ കളഞ്ഞു. ആ കെമിക്കലിനെ വരെ മഴ പെയ്തപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ സ്വാഭാവികമായ പ്രകൃതിയുടെ അവസ്ഥയാക്കി കൊടുത്തു. അപ്പൊ അവിടെ ഇഷ്ടം പോലെ മണ്ണിര വന്നു. കണ്ടോ, എന്ത് സൂപ്പർ പ്രോഡക്റ്റാ. അപ്പം ഈക്കോ ഫ്രണ്ട്ലി ആണ് മോഡി കെയറിന്റെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പ്രകൃതിയിലെ വിഭവങ്ങളുണ്ട്, വെള്ളം, എനർജി, അങ്ങനെയുള്ള സാധനങ്ങൾ, അതൊക്കെ കണ്ടമാനം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഏറ്റവും മിനിമം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി, അതിന്റെ ടെക്നോളജിയാണ് കമ്പനി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മോഡി കെയറിന്റെ. ബേസിക്കലി നേച്ചറിൽ നിന്നുള്ള നേച്ചർ ക്യാൻ ഈറ്റ് ഇറ്റ്. ഈ പ്രകൃതിക്ക് തന്നെ ഇത് തിന്നാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ക്ലോസറ്റ് ഫ്ലഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലോസറ്റ് സെപ്റ്റിക് ടാങ്കിലെ ബാക്ടീരിയക്ക് മോഡി കെയറിന്റെ ബിയോണ്ട് ബ്ലൂവിനെ തിന്നാം. അത് തിന്ന് വളർന്നിട്ട് വീണ്ടും ആ ബാക്ടീരിയ, അതിനകത്തുള്ള അഴുക്ക് അതിന് ശക്തമായിട്ട് തിന്ന് നശിപ്പിക്കാൻ കഴിയും. ഞാൻ ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മുടെ ചില ഭാഗങ്ങളിലൊക്കെ ഈ മഴയാകുമ്പം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. എൻ്റെ വീടിനടുത്ത് കൊല്ലത്ത്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു സ്മെല്ല്, വീടിനടുത്തോടൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മൾ പല വീടുകളിലും നിർബന്ധിച്ച് നമ്മളെ ബിയോണ്ട് ബ്ലൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ മഴ പെയ്യുമ്പോൾ ആ സ്മെല്ലില്ല. കാര്യം അതിനകത്ത് ബാക്ടീരിയ ഡീകമ്പോസിഷൻ കൃത്യമായി നടക്കുകയാണ്. നമ്മൾ അത്ര സൂപ്പർ പ്രോഡക്റ്റാണ്. ഒരിക്കൽ നമ്മൾ കൊടുത്ത് അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. പിന്നെ ലേനയുടെ തല കാണുമ്പോൾ ലേന ഒരു ബിയോണ്ട് ബ്ലൂ എടുത്ത് വെച്ചേക്കണേ, മറ്റേത് തീരായ മുൻകൂട്ടി ബുക്ക് ചെയ്യുക ആൾക്കാർ. അപ്പൊ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഷെയർ ചെയ്യും. ഇപ്പൊ മോഡി കെയർ പ്രോഡക്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. എന്താണ് ഈ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി? ഈ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോഡി കെയർ അതിന്റെ കസ്റ്റമർക്ക് ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ്. ആരാണോ ഇതിന്റെ എൻഡ് യൂസർ, അവരോട് കമ്പനി പറയാണ്, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് ഇതിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ കമ്പനി പറയുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ഇന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നു, കൃത്യമായി പറയുന്നുണ്ട് ഓരോ പ്രോഡക്റ്റിനും. ആ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കത് റിട്ടേൺ ചെയ്യാം മോഡി കെയർ കമ്പനിയിലേക്ക്. ഒരു കൺസൾട്ടന്റ് വഴിയാണ് കസ്റ്റമർ വാങ്ങിയെന്നുണ്ടെങ്കിൽ ആ കൺസൾട്ടന്റിനോട് റിട്ടേൺ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ അതിനകത്തുള്ളത്, നിങ്ങൾ വാങ്ങിയ ഡേറ്റ് മുതൽ 30 ദിവസത്തിനകം ആയിരിക്കണം ഈ റിട്ടേൺ ചെയ്യാനുള്ള കാലാവധി. 30 ദിവസത്തിനകം യൂസ് ചെയ്ത് റിട്ടേൺ ചെയ്തിരിക്കണം. അത് ശ്രദ്ധിച്ചോണം. രണ്ടാമത്തെ സംഗതി, ഈ വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ 25% വരെ ആ കസ്റ്റമർക്ക് ഉപയോഗിച്ച് നോക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു പ്രോഡക്റ്റ് നല്ലതാണോ ഇല്ലയോ എന്നുള്ള 10% ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും. 15 ഉപയോഗിക്കാം, 20 ഉപയോഗിക്കാം, 25% വരെ ഉപയോഗിക്കാം. അതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. 100% പണം കമ്പനി തിരിച്ചു കൊടുക്കും. ഇപ്പം മോഡി കെയറിന്റെ വൈപ്പുകൾ എന്ന് പറയുന്ന സോപ്പ് ഉണ്ട്, 4 പീസാണ്. അതിൽ ഒരു പീസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ആകെ കൂടി തിരിച്ചു കൊടുക്കേണ്ടി വന്ന ഒരൊറ്റ പ്രോഡക്റ്റ് ഞാൻ പറയാം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ്, സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി പറയാം. ഗ്ലിസറിൻ ആൻഡ് ഹണിയുടെ കോംപ്ലക്ഷൻ ബാർ, മോഡിക്കൻ അങ്ങനെ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ഉണ്ട്. എൻ്റെ വൈഫിന്റെ കാല് ഈ സീസൺ, ഈ മഞ്ഞ് കാലം ആകുമ്പോഴത്തേക്ക്, ലേന മറോജിന്റെ കാല് മഞ്ഞ് കാലം ആകുമ്പോഴത്തേക്ക് പഴുത്തു പൊട്ടുമായിരുന്നു. കാര്യം സോപ്പാണ് നമ്മൾ മോഡി കെയറിൽ ഈ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് മാർക്കറ്റിലെ സോപ്പുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. മോഡി കെയറിൽ മെമ്പർ ആയപ്പം ഈ ഗ്ലിസറിൻ ആൻഡ് ഹണിയുടെ കോംപ്ലക്ഷൻ ബാർ കിട്ടി. അതിനകത്ത് സോപ്പിന്റെ കണ്ടന്റ് ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. സോപ്പ് അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ആ വർഷം തോറുമുള്ള സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര വേദന, ചെരുപ്പിട്ടുമ്പം അതിനകത്ത് തൊലിക്കകത്ത് പഴുത്തു പൊട്ടും, ഒരു അലർജിക് നേച്ചറാണ്, സോപ്പിലെ കണ്ടന്റുകൾ കൊണ്ടുണ്ടാവുന്നതാണ്. പലർക്കും ഉണ്ട് ആ പ്രോബ്ലം. നമ്മൾ ധാരാളം ആൾക്കാർക്ക് സൊല്യൂഷൻ കണ്ടുകൊടുത്തു മോഡി കെയർ ഈ പ്രോഡക്റ്റ് കൊണ്ട്. ഈ ഗ്ലിസറിൻ ആൻഡ് ഹണി എൻ്റെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ അവർക്ക് പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്ലിസറിൻ അലർജിയാണ്, ആൾറെഡി അലർജിയാണ്. യഥാർത്ഥത്തിൽ ഗ്ലിസറിന് അലർജി ഉള്ള ഒരാൾ ഗ്ലിസറിൻ ആൻഡ് ഹണി കോംപ്ലക്ഷൻ ബാർ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അവര് ഒരു ആവേശത്തിൽ നമ്മളെ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റ് പറ്റുന്നില്ല. കമ്പനി ആ പ്രോഡക്റ്റ് തിരിച്ചെടുത്തിട്ട് പണം കൊടുത്തു. കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ കുഴപ്പമില്ല, ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് പോലും അവർക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ കഴിയും. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ വേറെ ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്യാൻ കഴിയും? നമ്മുടെ കസ്റ്റമർക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ വിശ്വാസ്യതയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഫീച്ചർ കൊണ്ട് ആ കസ്റ്റമർക്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ്, അഷുറൻസ് ആണ് ഈ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണ്. നമ്മുടെ R&D സെന്ററിൽ വെച്ച് ഗവേഷണം ചെയ്ത് കൊണ്ടുവന്ന പ്രോഡക്റ്റാണ്, ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ളതാണ്. ഏറ്റവും നല്ല റോ മെറ്റീരിയൽ ഇന്ത്യയിലുണ്ടെങ്കിൽ അതെടുക്കും, അല്ല വിദേശത്താണെങ്കിൽ വിദേശത്ത് ഇറക്കുമതിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇന്റലക്റ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇന്റലക്റ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇന്ത്യയിൽ പൈൻ ട്രീ ഉണ്ട്, പൈൻ, പക്ഷെ അത് പൊള്യൂട്ടഡ്. നമുക്കറിയാം, ഈ വാഗമണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ പൈൻ ട്രീ ഉണ്ട്, അത് പൊള്യൂട്ടഡ് ആയ സാഹചര്യം നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസിലൻഡിൽ നിന്നാണ്. കാര്യം ന്യൂസിലൻഡിൽ പൊള്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ വാലിയിൽ വളരുന്ന പൈൻ ട്രീ നിന്നാണ്, പൈൻ ട്രീയുടെ ബാർക്കിൽ നിന്നാണ് ഇന്റലക്റ്റ് ഉണ്ടാക്കുന്നത്. ടൺ കണക്കിന് പാർക്കെടുത്ത് പ്രോസസ് ചെയ്യുമ്പോഴാണ് സ്വല്പം ഇന്റലക്റ്റ് കിട്ടുന്നത്. ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഏജിങ് സപ്ലിമെന്റ്. ഞാൻ 17 വർഷമായിട്ട് ഞാൻ കഴിക്കുന്ന ആളാണ്. എൻ്റെ ഏജിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം കഴിഞ്ഞ് കളവനായി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ മനസ്സും ശരീരവും ഓരോ ഓർഗൻസും എല്ലാം പക്കയാണ്. കാര്യം ഈ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും ഈ ഇന്റലക്റ്റേക്ക്. ആ ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയും, പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും നല്ല ക്വാളിറ്റി ഇന്റലക്റ്റ് ഉള്ളത് ന്യൂസിലൻഡിൽ നിന്നാണ്. അപ്പൊ കമ്പനി അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. ഇനി ജിങ്സൺ, അമേരിക്കയിലുണ്ട് ജിങ്സൺ, ജപ്പാനിലുണ്ട്, കൊറിയയിലുണ്ട്, ചൈനയിലുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ചൈനയുള്ള ജിങ്സെങ്കിൽ 12 സാപ്പിനോസൈറ്റ്സേ ഉള്ളൂ. ഇതിനകത്തുള്ള പോഷകങ്ങൾ 12 എണ്ണേ ഉള്ളൂ.
ഇന്ത്യയിലുണ്ട്, അതും 12, 14 ഒക്കെ ഉള്ളൂ. ജപ്പാനിലുണ്ട്, കുറച്ചുകൂടെ കൂടുതലായി, ഇപ്പൊ 28 ഉണ്ട്. അമേരിക്കയിലുണ്ട്, അതൊരു 14 ഉള്ളൂ. പക്ഷെ കൊറിയൻ റെഡ് ജിൻസെങ്ങിൽ 41 ജിൻസനോസൈഡ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ ജിൻസെങ്ങിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് കൊറിയൻ റെഡ് ജിൻസെങ്ങിലാണ്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് കൊറിയൻ റെഡ് ജിൻസെങ്ങാണ്. പുരുഷന്മാരുടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഉള്ള സാധനമാണ്. സ്ത്രീകൾക്കും കഴിക്കാം, പുരുഷനും സ്ത്രീകളും വ്യത്യാസമില്ലാതെ കഴിക്കാവുന്ന സാധനമാണ് ഈ ജിൻസെങ് എന്ന് പറഞ്ഞാൽ. ക്ഷീണമുണ്ട്, നിങ്ങൾക്ക് ഇത് കഴിക്കാം. അപ്പം വണ്ടർഫുൾ പ്രോഡക്റ്റാണ്, വളരെ ശക്തി കിട്ടും ഈ ജിൻസെങ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അതൊക്കെ ഏറ്റവും ടോപ്പ് സാധനമാണ്. അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയോടുകൂടിയാണ് കൊടുക്കുന്നത്. വാങ്ങി കഴിക്കുന്ന കസ്റ്റമർക്ക് ഗ്യാരണ്ടി ഉറപ്പാണ്. ചൈനയിലെ ജിൻസെങ് കഴിക്കുന്ന റിസൾട്ട് ആയിരിക്കത്തില്ല കൊറിയൻ റെഡ് ജിൻസെങ് കഴിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. പറഞ്ഞ ആ കസ്റ്റമർ പ്രതീക്ഷിക്കുന്നതിന് മേലെയാണ് നമ്മൾ ഉൽപ്പന്നങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാ പ്രോഡക്റ്റിലും ഉണ്ട്. ആ കമ്പനി ഒരു ചോദ്യം ചോദിക്കത്തില്ല ഇതിനകത്ത്, നിങ്ങൾക്ക് എന്താ തിരിച്ചു കൊണ്ടുവന്നേ ചോദിക്കില്ല. ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയും. പക്ഷെ കമ്പനി പറ്റിക്കാനൊന്നും പറ്റത്തില്ല. കാര്യം 10,000-കണക്കിന് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ മോഡിക്കെയർ. സോ യു ബൈ ത്രൂ എ മോഡിക്കെയർ അഡ്വൈസർ കൺസൾട്ടന്റ് ക്യാൻ ആൾസോ ഗെറ്റ് സപ്പോർട്ട്. ഇപ്പം ഈ മോഡിക്കെയർ ബിസിനസ്സിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാലും ഒക്കെ നമുക്ക് ചിലപ്പം പിന്നെ ആ കടയിൽ പോകാനോ അല്ലെങ്കിൽ കൊടുക്കാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ മോഡിക്കെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആണ്. ഒരു ഡയറക്റ്റ് സെല്ലറിൽ നിന്നാണ് ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പൊ ആ ഡയറക്റ്റ് സെല്ലറുടെ വിശ്വാസ്യതയും മോഡിക്കെയറിന്റെ വിശ്വാസ്യതയും കൂടെ ഒത്തുപിണഞ്ഞാണ് ഇത് കിടക്കുന്നത്. അപ്പം നാളെ ആ പ്രോഡക്റ്റ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വാങ്ങിപ്പോയെന്ന് വെച്ചിട്ട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാര്യം തൊട്ടടുത്ത് തന്നെ മോഡിക്കെയർ കൺസൾട്ടന്റ് ഉണ്ട്, അവരിലേക്ക് റിട്ടേൺ. ആദ്യമായി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോഡിക്കെയറിന്റെ വാഷ്മേറ്റ് കോൺസെൻട്രേറ്റഡ് ഡിറ്റർജന്റ് എന്ന് പറഞ്ഞൊരു പൗഡറാണ്. എൻ്റെ വൈഫ് ലേന മനോജ് ഞാൻ ആദ്യമായി ഈ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഉപയോഗിച്ചപ്പം ഞാൻ പറഞ്ഞു 2 സ്പൂൺ ഉപയോഗിക്കണം. ലേന മനോജ് 2 സ്പൂണിൽ വിശ്വാസമില്ലാതെ 3 സ്പൂൺ ഉപയോഗിച്ച് തുണി കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഷിംഗ് മെഷീൻ അന്ന് സെമി ലോഡാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഈ വാഷിംഗ് മെഷീന്റെ വാട്ടർ ലെവലിന്റെ മേളിൽ ഈ മെഷീൻ കറങ്ങുന്ന സമയത്ത് ഈ പൊങ്ങിക്കിടക്കുന്ന അഴുക്ക് കുറച്ച് 1/2 മണിക്കൂർ 1 മണിക്കൂർ കുത്തു വെച്ചിട്ടാണ് ഇത് കറക്കുന്ന സമയത്ത് ഈ അഴുക്ക് കയറി മേളിൽ പിടിച്ചിരുന്നു. ഇത് ആദ്യം ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഈ മേളിൽ പിടിച്ചിരുന്ന അഴുക്കും തുണി പിടിച്ച അഴുക്കും എല്ലാം ഇളകി വെള്ളത്തിനകത്ത് കുറുകുറ കിടക്കുക. എൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വൈകുന്നേരം വന്ന് ലേന മനോജിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പ്രോഡക്റ്റ്? അതെന്താ തുണി വൃത്തിയായില്ലേ? അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു തുണിയൊക്കെ നല്ല വൃത്തിയായി, പിന്നെന്താ പ്രശ്നം? പുള്ളിക്കാർ പറയാ പതയൊന്നുമില്ല. ഞാൻ വിചാരിച്ചേട്ടാ ഇതെന്താപ്പാ ഇത്രയും നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് പതയില്ലാത്തത്? എനിക്കും അറിയത്തില്ല, ഞാനും കൺഫ്യൂസ്ഡാ. എന്റെ കൺവിക്ഷൻ ആയിട്ടില്ല. ഒരു ബിലീഫ് മാത്രമേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ മോഡിക്കെയറിന്റെ നല്ലതായിരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചോണ്ട് ലേന മനോജ് വാഷിംഗ് മെഷീൻ അടുത്തോട്ട് കൊണ്ടുവന്നോട്ട് പറഞ്ഞ്, ദേ നോക്കിയേ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇന്ന് വാങ്ങിച്ച പോലായി. വാഷിംഗ് മെഷീനേ ക്ലീനായി. ഞാൻ ചോദിച്ചു, ഈ അഴുക്കെല്ലാം കൂടെ ഒരു തുണി പിടിച്ചോ? തുണി പിടിച്ചില്ല. കാര്യം ഇതിനകത്ത് ആന്റി റീഡിപ്പോസിഷൻ ഏജന്റ് ഉണ്ട്. ഒരിക്കലും ഒരു അഴുക്കളായി കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളത്തെ തന്നെ അട്രാക്ട് ചെയ്തെടുത്തും തിരിച്ച് തുണി പിടിക്കത്തില്ല. ഒരു വെള്ള തുണി കൊണ്ടുവന്ന് നിങ്ങൾ സർഫിലോ സൺലൈറ്റിലോ ഒന്ന് മുക്കി നോക്കണം. ഇല്ല, തള്ളക്കോഴിയുടെ അടിയിൽ കോഴിക്കുഞ്ഞുങ്ങൾ കയറുന്ന കണക്ക് ആ അഴുക്കിനകത്തുള്ള വെള്ളത്തിലുള്ള അഴുക്കെല്ലാം കൂടെ ഈ തുണി പിടിക്കും. പക്ഷെ മോഡിക്കെയറിന്റെ വാഷ്മേറ്റ് കൊണ്ട് കഴുകിയ അഴുക്ക് വെള്ളത്തിൽ നിങ്ങളൊരു തുണി കൊണ്ടൊന്ന് മുക്കി വെച്ച് നോക്ക്, ഒരിക്കലും ആ അഴുക്ക് വെള്ള തുണിയിലോട്ട് പിടിക്കത്തില്ല. കാര്യം ആന്റി റീഡിപ്പോസിഷൻ ഏജന്റ് ഉണ്ട്. അപ്പം ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ തുണി വൃത്തിയായി കൊള്ളാം, ഇവള് പറഞ്ഞ പതയില്ലെന്നാണ്. ഞാനപ്പം അന്ന് മോഡിക്കെയറിന്റെ ഫൈലോഫാക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കമ്പനി പ്രത്യേകമായി ഇറക്കിയ പ്രോഡക്റ്റ് ബുക്കാണ്. ഞാൻ എടുത്തു വെച്ച് വായിച്ചു നോക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതിനകത്ത് പ്രീമിയം സർഫക്റ്റൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത ക്വാളിറ്റിയുള്ള സർഫക്റ്റൻസ്. ഈ സർഫക്റ്റൻസ് ആണ് ഇളകിയിരിക്കുന്ന അഴുക്കിനെ അവിടുന്ന് വീണ്ടും നീക്കി കളയുന്നത്. എൻസൈം ടെക്നോളജിയാണ്. എൻസൈംസ് ആണ് അഴുക്കളക്കുന്നത്.
ആ ഇളക്കിയിരിക്കുന്ന അഴുക്കിനെ ആ തുണിയിൽ നിന്ന് വീണ്ടും നീക്കി കളയുന്നത് ഈ സർഫെക്റ്റൻസ് ആണ്. എല്ലാ സോപ്പിലും സർഫെക്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇത് പ്രീമിയം ആയതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്താണ്? ചെറിയ ചെറിയ പതേ ഉണ്ടാവുള്ളൂ, ഹൈലി കൊളാപ്സിബിൾ, പെട്ടെന്ന് പൊട്ടിപ്പോകും. സാധാരണ സർഫൊക്കെ ഇട്ട് അടിച്ച് കലക്കുമ്പം കാണാം തുണിയുടെ മേളിൽ അഴുക്കിന്റെ മേളിൽ പത ഇങ്ങനെ പതഞ്ഞ് കിടക്കും. 3 കഴുകി 4 കഴുകി 5 കഴുകി 6 കഴുകിയാൽ ഈ പത പോകത്തില്ല. കഴുകി അവസാനം നമ്മളെ പതയും പോവും, വെള്ളവും പോവും, എല്ലാം പോവും. പക്ഷെ ഇത് 3 പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ പിന്നെ പതയും ഉണ്ടാവില്ല, അഴുക്കും ഉണ്ടാവില്ല. ഈ പതയെല്ലാം തുണിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ശരീരത്തെ കയറി പിടിക്കും. അപ്പം പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനകത്ത് ഈ ആന്റി റീഡിപ്പോസിഷൻ ഏജന്റ് ഉണ്ട്, ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നെസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തുണികൾക്ക് തിളക്കം കൂടും. പിന്നെ അത് വായിച്ചപ്പോൾ മനസ്സിലായി ഇതിനകത്ത് കളർ ഗാർഡ് ഉണ്ട്. കളർ ഗാർഡുള്ള സൺലൈറ്റ് എന്നൊക്കെ നമ്മൾ പണ്ടേ പറയുന്നതാണ്. കളർ ഗാർഡ് ഉണ്ട്. അതുകൊണ്ട് എത്ര കാലം കളറുള്ള തുണികൾ മോഡിക്കേണ്ട കോൺസെൻട്രേറ്റഡ് ഡിറ്റർജന്റിലോ മറ്റ് ഡിറ്റർജന്റിലോ ലിക്വിഡിലോ കഴുകിയ ആ കളർ മങ്ങിപ്പോകത്തില്ല. അങ്ങനെ നിരവധിയായ ഒരു വാഷിംഗ് ബോർഡിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, എന്തൊക്കെ യൂസർ ഫ്രണ്ട്ലി, ഈക്കോ ഫ്രണ്ട്ലിയാണ്. കാര്യം വെള്ളം കുറച്ച് മതി, ബയോഡിഗ്രേഡബിൾ ആണ്, ഉപയോഗിച്ച ശേഷം ഇടിച്ച് നിർവീര്യ നമ്മൾക്ക് ഈ വെള്ളം എടുത്ത് ചെടിയുടെ മൂട്ടിൽ വയ്ക്കാം. കണ്ടോ, നമ്മൾ പഠിച്ച ഓരോ കാര്യം ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ്. അമേരിക്കയിലും ലോകത്ത് എവിടെയും കൊണ്ടുവന്ന് വിൽക്കാം, ന്യൂസിലൻഡ് വരെ കൊണ്ടുവന്ന് വിൽക്കാം. അത്ര ഇന്റർനാഷണൽ ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാ. നമ്മളിട്ട് ഇടിക്കേണ്ട, പിഴിയണ്ട, ഓടിക്കേണ്ട ഓരോ ഉൽപ്പന്നങ്ങളും അങ്ങനെയാണ് ഡിയർ ഫ്രണ്ട്സ്. അപ്പം ആ ഫയൽ ഓഫ് ഫാക്ട്സ് കൂടെ വായിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കൺവിക്ഷൻ ഉണ്ടായ, പൂർണ്ണമായും ബോധ്യപ്പെടുക എന്നാ പറയുന്നത്. നമുക്ക് വിശ്വാസമുള്ളൊരു കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്നത്. ഈ കോടതികളിലൊക്കെ വാദിക്കുന്ന, കോടതി ഒരു കുറ്റക്കാരനാണെന്നൊക്കെ വിധിക്കുന്ന കൺവിക്ഷന്റെ അടിസ്ഥാനത്തിലാണ്. കോടതിക്ക് ബോധ്യപ്പെടണം. കുറ്റം ചെയ്തവനാണെങ്കിൽ പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ടാലേ കോടതി ശിക്ഷിക്കും. ഇല്ലെങ്കിൽ കുറ്റം ചെയ്തവനാണെങ്കിൽ പോലും കോടതി വെറുതെ വിടും. അതാണ് കൺവിക്ഷൻ എന്ന് പറയാം. ആ കൺവിക്ഷനാണ് ഡിയർ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായത്. ഒരാള് മോഡി കെയറിൽ വിജയിച്ചിട്ട് ഇല്ലാതിരുന്ന സമയത്ത് മോഡി കെയറിലേക്ക് ജോയിൻ ചെയ്ത ആളാണ്. ഒരാളും വിദേശ യാത്ര ചെയ്തിട്ടില്ലാത്ത സമയത്ത് മോഡി കെയറിലേക്ക് ജോയിൻ ചെയ്ത് 24 വിദേശ യാത്ര ചെയ്ത ആളാണ് ഞാൻ. ഒരാളും മോഡി കെയറിൽ വിജയിച്ചിട്ടില്ലാത്തപ്പം ഈ ബിസിനസ് ചെയ്ത് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ച് നിങ്ങൾക്ക് മാതൃകയായി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് ഈ ഉൽപ്പന്നങ്ങളിൽ എനിക്കുള്ള കൺവിക്ഷനാണ് ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളും ഇത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഓരോ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പം നിങ്ങളുടെ മനസ്സിനകത്ത് ലുട്ടാപ്പി ഇറങ്ങി പുറത്തേക്ക് ഓടണം. ആ നമ്മളുടെ ഉള്ളിലുള്ള സംശയമാണ് യഥാർത്ഥത്തിൽ മോഡി കെയറിൽ ധാരാളം ആൾക്കാർ കടന്നു വന്നിട്ടും അവർക്ക് ആ സംശയം മാറുന്നില്ല. എന്തുകൊണ്ടാ? പഠിക്കുന്നില്ല. ഇതുപോലുള്ള ട്രെയിനിങ്ങിൽ അവർ വരുന്നില്ല. ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷന് നമ്മൾ പറയും സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി, അത് ഇത് ഇക്കോ ഫ്രണ്ട്ലി, ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുപോലുള്ള ട്രെയിനിങ്ങുകളിൽ വരുമ്പോഴാണ് ഈ അറിവും തിരിച്ചറിവും രണ്ടും രണ്ടര. നമുക്കെല്ലാം അച്ഛനെ അറിയാം, പക്ഷെ അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. എല്ലാവർക്കും മോഡി കെയർ പ്രോഡക്ട്സ് അറിയാം, പക്ഷെ ഇത് മനസ്സിലാക്കിയ ആൾക്കാർ, തിരിച്ചറിഞ്ഞ ആൾക്കാർ എത്ര പേരാണ് മോഡി കെയർ ബിസിനസ് ചെയ്യുന്നത്? നമ്മൾ തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് ഡിയർ ഫ്രണ്ട്സ്. സോ ഇതൊരു വണ്ടർഫുൾ ബിസിനസ് ആണ്. ഇതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വളരെ വലിയ വിജയമാണ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് ഇത്തിരി സമയമെടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിന് അത്രയും പ്രാധാന്യമുണ്ട്. ഒരു ബിസിനസിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 1 മണിക്കൂർ നിങ്ങൾ ചെലവഴിച്ചാലും ഒരു പ്രശ്നമില്ല. കാര്യം നിങ്ങൾക്ക് ഇത്രയധികം ആഴത്തിൽ പറ്റുന്ന ട്രെയിനിങ്ങുകൾ. നമ്മുടെ ഈ എംറൈസിന്റെ പ്രത്യേകത തന്നെ ഈ തിരിച്ചറിവ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.